ചേട്ടാ ഈ ഇടയ്ക്ക് ചേട്ടൻ ഇത് റിയാസ് സലീമിനെ പറ്റി ഇതുപോലൊരു വളരെ മോശമായിട്ടൊരു അവൻ്റെ ആ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കൊണ്ട് മടുത്ത് റിയാസിനാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അവൻ ശരിക്കും ഒരു പേര് റിയാസ് എന്നാണ്, അപ്പോൾ ആണിൻ്റെ പേരാണ്. അവൻ പെണ്ണാവണം. എത്രയോ പേര് സർജറി ചെയ്ത് പെണ്ണാവുന്നു. യവൻ ആണാണോ പെണ്ണാണോ? അതിപ്പോ ഒരാളുടെ പേഴ്സണൽ ഇതല്ലേ, അവര് അങ്ങനെ പബ്ലിക്കായിട്ട് അങ്ങനെ പറയാത്തപ്പം അവർക്കത് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവരങ്ങനെ പറയുന്നത്. അത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുന്ന ആൻസർ എന്തെന്നറിയാമോ? അവൻ പെണ്ണായിട്ട് നടക്കുക. അവൻ പെണ്ണാണ്. കാര്യം അവൻ്റെ വീഡിയോയിൽ കംപ്ലീറ്റ് ആ ലിഫ്റ്റിക്ക് ഇടുന്നതും പിരിയത്തിൽ അത് വരട്ടണതും ഇത് വരട്ടണതും പിന്നെ മൂലത്തിൽ പൗഡർ ഇടുന്നതും ഇതൊക്കെയാണ് അവൻ്റെ ജോലി. വന്നു കഴിഞ്ഞാൽ കുറേ ഇംഗ്ലീഷും. ചേട്ടാ അതിപ്പോ ഈ മേക്കപ്പ് സാധനങ്ങൾ ആ പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്നില്ലല്ലോ. നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമ്മളൊരു ഷോർട്ട് ഫിലിമോ അങ്ങനെയുള്ള സിനിമയിലൊക്കെ പോകുമ്പോൾ നമ്മൾ മേക്കപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അവൻ എന്നാലും റിയാസ് എന്നുള്ള പേരെന്ന് പറഞ്ഞാൽ ബിഗ് ബോക്സിലേക്ക് അറിയാം. എന്നിട്ട് ആ ബിഗ് ബോസിനെ കുറേ കുറ്റവും കൂടാ. ഈ റിയാസ് എന്നുള്ള ഒരു പുള്ളീനെ ഈ ലോകം മൊത്തം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഈ ബിഗ് ബോക്സ് എന്നുള്ള ഒരു പരിപാടിയിലാണ് അറിയപ്പെടുന്നത് തന്നെയല്ലേ. എന്നിട്ട് ബിഗ് ബോക്സിനെ കുറ്റം പറയാൻ യവൻ ഈ യോഗ്യത ഇരിക്കുന്നു. എന്തത് യോഗ്യത? യവൻ എന്നിട്ട് ഒരു കൊച്ചുകുട്ടീനെ ഓരോ പറഞ്ഞു, 15 വയസ്സ് 14 വയസ്സായ കൊച്ചിനെ വരെ യവൻ അപവാദം പറഞ്ഞവനാണ് ഈ റിയാസ്. പിന്നെ അവൻ വിളിക്കണതിൽ എനിക്കൊരു തെറ്റുമില്ല. കൊച്ചു മക്കളെ പറഞ്ഞ അവനെ ഞാൻ തന്നെ വിളിക്കും. എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അവൻ പ്രതികരിക്കട്ടെ. അവൻ ചിലപ്പോൾ ഇംഗ്ലീഷിൽ പറയുമായിരിക്കും. എനിക്ക് ഇംഗ്ലീഷൊന്നും അറിഞ്ഞുകൂടാ. ഉള്ള കാര്യം പറയാല്ലേ. നമ്മൾ മലയാളത്തിൽ അങ്ങ് പയറ്റും. അത് അത്രേ ഉള്ളൂ. കൊടുക്കേണ്ടത് അവൻ്റെ അണ്ണാക്കി തന്നെ ഞാൻ കൊടുക്കും. അത്രേ ഉള്ളൂ.